ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ രണ്ട് വലിയ മാപ്പ് പറച്ചിലുകൾക്ക് നമ്മൾ സാക്ഷിയായി. ഒന്ന് നടൻ വിനായകൻ്റെയാണ്, രണ്ട് നടൻ വിൽ സ്മിത്തിൻ്റെയാണ്. വിൽ സ്മിത്തിൻ്റെ ഓസ്കാർ വേദിയിൽ വെച്ചിട്ട് അവതാരകനെ തല്ലിയ കാര്യം, വിനായകൻ്റേത് ചോദ്യം ചോദിക്കാൻ വന്ന ഒരു പത്രപ്രവർത്തകയോട് മീറ്റു വിവാദവുമായി ബന്ധപ്പെടുത്തിയ ഒരു എക്സാമ്പിൾ പോലെ ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഞാൻ ഈ രണ്ട് വിവാദങ്ങളെയും കീറി മുറിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലെ ഒരു വാക്കിന് മാത്രം എടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാപ്പ് പറച്ചിൽ, ദി സയൻസ് ഓഫ് അപ്പോളജി എന്നൊരു സംഭവമുണ്ട്. ഒരാൾ ഒരു മാപ്പ് പറയുമ്പോൾ അത് എത്രത്തോളം ലൗഡാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ചെയ്ത തെറ്റിന് കൃത്യമായിട്ട് അനുപാതത്തിലുള്ള മാപ്പാണോ പറയുന്നതെന്നുള്ളത്. ഈ സയൻസ് ഓഫ് അപ്പോളജിയിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയാം. അതിനകത്തെ എലമെൻറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. എലമെൻറ്റ്സ് ഓഫ് ഡിനയൽ എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ അപ്പോളജി പറയുന്നു, പക്ഷെ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, ഇതാരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. അതൊരു വ്യക്തമായ മാപ്പ് പറച്ചിലല്ല. ഇറ്റ്സ് എ ഹാഫ് ഹാർട്ടഡ് അപ്പോളജി. ഇനി വിൽ സ്മിത്തിൻ്റെ മാപ്പ് നമുക്ക് ഒന്ന് കേൾക്കാം. വയലൻസ് ഇൻ ഓൾ ഓഫ് ഇറ്റ്സ് ഫോംസ് ഈസ് പോയ്സണസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. I was out of the line and I was wrong. My sincere apologies, Chris. ക്രിസ് എന്ന് പറഞ്ഞ അവതാരകനെയാണ് ഓസ്കാർ വേദിയിൽ വെച്ച് ഇയാൾ കരണത്തടിച്ച്. വിൽ സ്മിത്ത് പറയുന്നു, വയലൻസ് എന്ന് പറയുന്ന ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, ഞാനത് ചെയ്തതിൽ നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നു. ക്രിസ്, നിങ്ങളോട് പബ്ലിക്കലി ഞാൻ മാപ്പ് പറയുന്നു. ഈ രണ്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വിൽ സ്മിത്ത് താൻ ചെയ്ത തെറ്റിനെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു, അതിനെ പറയുന്നത് എലമെൻറ്റ് ഓഫ് കറക്റ്റീവ് ആക്ഷൻ എന്നാണ്. ഇപ്പോൾ ഒരു ബോസും സബോർഡിനേറ്റും തമ്മിലാണെങ്കിലും, ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും, ഒരു സെലിബ്രിറ്റി പബ്ലിക്കിനോട് പറയുന്നതാണെങ്കിലും, അതിൽ എലമെൻറ്റ്സ് ഓഫ് ഡിനയൽ ആണോ അതോ എലമെൻറ്റ്സ് ഓഫ് കറക്റ്റീവ് ആക്ഷൻ എന്നുള്ളതാണോ, അതാണ് അയാളുടെ മാപ്പ് പറച്ചിലിനെയും അയാളെയും മഹത്തരമായിട്ടുള്ളൊരു മഹാനായൊരു വ്യക്തി ആക്കുന്നത്. ടു ഇർ ഇസ് ഹ്യൂമൻ, ടു ഫോർഗിവ് ഇസ് ഡിവൈൻ. തെറ്റുകൾ സംഭവിക്കുന്നു എന്നുള്ളത് മാനുഷികമാണ്, മാപ്പ് കൊടുക്കുന്നത് ദൈവികമാണെന്ന് പറയും. ഈ മാപ്പ് കൊടുക്കുന്നത് വെട്ടിയിട്ട് സിൻസിയറായിട്ട് മാപ്പ് പറയുന്നതും ദൈവികമാണെന്ന് ഞാൻ കരുതുന്ന ഒരാളാണ്. പലപ്പോഴും സെലിബ്രിറ്റീസിൻ്റെ മാപ്പ് പറച്ചിൽ കുറെ കൂടി ആഴമുള്ളതാകണമെന്ന് ചിന്തിക്കാനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, ഉയരം കൂടുന്തോറും ചായയുടെ രുചി മാറുന്നുള്ള സംഭവം പറയുന്ന പോലെ, ഉയരം കൂടുതലുള്ള ആളുകളുടെ തെറ്റുകൾക്ക് അതിന് വ്യാപ്തി വലുതാണ്. അതിനർഹമായ ഒരു മാപ്പ് പറച്ചിൽ ആവശ്യമാണ്. ഇനി സെലിബ്രിറ്റീസിൻ്റെ കാര്യം നമുക്ക് വിടാം, പേഴ്സണൽ ലൈഫിലോട്ട് പറയാം. നമ്മളെല്ലാവരും തർക്കിക്കുന്നവരും പരസ്പരം തെറ്റുകൾ ഉണ്ടാക്കുന്നവരും മാപ്പ് ചോദിക്കുന്നവരുമാണ്. എത്രത്തോളം ആഴത്തിലാണ് നമ്മൾ മാപ്പ് പറയുന്നത്? എൻ്റെ സുഹൃത്തായിട്ടുള്ള ഋഷികേഷ് മുണ്ടാണി, എൻ്റെ പുസ്തകത്തിൻ്റെ അവതാരിക ആയിട്ടുള്ള സുഹൃത്താണ്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോസഫേ, ഒരാൾ നമ്മുടെ അടുത്ത് നമ്മളെ ചീത്ത പറഞ്ഞു, നമ്മുടെ കരണത്തടിച്ചു, കണ്ണിൽ മുളക് പൊടി ഇട്ടു. ആ വ്യക്തി കുറച്ച് ദിവസം ആയിട്ട് വന്നിട്ട് പറയാണ്, എടോ ഞാൻ ചെയ്തതിന് മാപ്പ്. പക്ഷെ അതിനകത്ത് നമുക്ക് ഉറപ്പില്ല എന്തിനാണ് മാപ്പ് പറഞ്ഞുള്ളത്. കണ്ണിൽ മുളക് പൊടി ഇട്ട് ചിലപ്പോൾ പുള്ളിക്ക് അത് ന്യായമായിട്ട് തോന്നിയിട്ടുണ്ടാവും, തെറി പറഞ്ഞതിനും അടിച്ചതിനും ആയിരിക്കും ചിലപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും. എണ്ണി തെറ്റിനെ ആവർത്തിക്കില്ല എന്ന് എടുത്ത് പറയുന്നതാണ് മാപ്പ്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ചെറിയ സംഭവം, പഴയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നേരത്ത് ഞാൻ ഏൽപ്പിച്ചൊരു കാര്യം എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തില്ല. അതെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അവൻ്റെ മെയിലിൽ അവൻ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയായിരുന്നു, ജോസഫ്, ഐ എം സോറി, ഐ ഫോർഗോട്ട് ഇറ്റ്, മൈ സിൻസിയർ അപ്പോളജീസ്. മൈ അപ്പോളജീസ് ഹാഫ് ഹാർട്ടഡ് ആണ്, മൈ സിൻസിയർ അപ്പോളജി. എടാ, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു. അതിന് വലിയ ഭംഗിയുണ്ട്. ഈ തകർന്ന അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് മൂലം വന്ന ചില മുറിവുകൾ ഉണക്കാൻ, ഉണ്ടായ ചില ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ മാപ്പ് പറയുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. കുറച്ച് ഫണ്ണിയാണ്, കുറച്ച് സീരിയസുമാണ്. എൻ്റെ പാസ്പോർട്ടിന് ഞാൻ പുതിയതായിട്ട് അപ്ലൈ ചെയ്തു, ന്യൂ പാസ്പോർട്ടിന് വേണ്ടി. ഇപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ഒരു പോലീസ് ഓഫീസർ വരും. അപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞു, എടാ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ പോലീസ് വന്നപ്പോൾ അയാളിത് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ പെട്രോൾ കാശ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ എന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു, നീ ഒരു 200 രൂപ കയ്യിൽ പിടിച്ചേക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചത്, അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അത് ഒരു ചടങ്ങാണ്. നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പോൾ പോസ്റ്റ്മാൻ പണ്ടത്തെ കാലത്തൊക്കെ ഒരു സന്തോഷ വാർത്തയായിട്ട് വരുമ്പോൾ നമ്മൾ അയാൾക്കൊരു തേങ്ങയോ എന്തിനൊക്കെ ഇങ്ങനെ കൊടുത്തു വിടുന്ന പോലെ ഒരു സന്തോഷം. പറഞ്ഞാൽ ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ഈ പോലീസ് ഓഫീസർ വന്നു. ആ സമയത്ത് എൻ്റെ അമ്മയുടെ അനിയൻ എൻ്റെ വീട്ടിലുണ്ട്, അകത്തിരുന്ന് സംസാരിക്കുകയാണ്. പോലീസ് ഓഫീസർ വന്നതും ഞങ്ങൾ പുറത്തിരുന്ന് സംസാരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ജോസഫ് എന്ത് ചെയ്യുന്നു, എന്താണ് മറ്റു കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് പെട്ടെന്ന് അപ്പൻ ഈ സീനിലേക്ക് കയറി വന്നിട്ട് ഒരു സ്വകാര്യം പറയുന്ന പോലെ എന്നാൽ അയാൾ കേൾക്കുന്നുണ്ട്,
200 രൂപ എടുത്ത് വെച്ചിട്ടില്ലെന്ന്. അത് അയാൾ കേട്ടു. അയാൾ എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ അപ്പനോടൊരു റെഡിയാണ് അപ്പച്ചൻ പൊക്കോ എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ 200 രൂപ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തല്ലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ ചടങ്ങൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അതല്ല സാർ, ഒടുക്കത്തെ വെയിലാണിപ്പോൾ, ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിരുന്നു, സാറ് ജ്യൂസ് കുടിക്കുന്നതായിട്ട് മാത്രം ചെയ്താൽ ഇതിന് വേറൊരു ആംഗിൾ ഇതിനെ കാണണ്ട, അല്ലെങ്കിൽ മക്കൾക്കൊരു ചോക്ലേറ്റ് വാങ്ങി ഒരു സന്തോഷം, കാരണം ഒരു നമ്മുടെ അപ്ഡേറ്റഡ് പാസ്പോർട്ട് കിട്ടിയതിൻ്റെ സന്തോഷം. ഇല്ല വേണ്ട, അപ്പച്ചനോട് പറഞ്ഞേക്ക് എന്ന് അയാൾ പറഞ്ഞു. ആയിട്ട് വണ്ടി ഓടിച്ചു വളരെ മാന്യമായിട്ട് ആ പോലീസ് ഓഫീസർ പോയി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അപ്പം വീണ്ടും എന്നോട് ചോദിക്കുകയാണ് അന്യനും ഉണ്ട് 200 കൊടുത്തില്ലേ നീ? അപ്പം എനിക്ക് ദേഷ്യം. ഞാൻ അപ്പനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് അത് ചോദിക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ? അതിനിപ്പോൾ എന്താ അയാൾ കേട്ടൊന്നുമില്ല. അയാൾ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു അപ്പനോട് പറഞ്ഞേക്കാൻ. എന്നിട്ട് അപ്പച്ചൻ ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ തെറ്റ് അത് എത്ര മുതിർന്ന ആളാണെങ്കിലും തെറ്റ് പറ്റിയെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഹൃദയവലിപ്പം. അപ്പോൾ എന്നെ നാണാവല്ലേ പിന്നെയും തർക്കിച്ചുകൊണ്ടിരിക്കാൻ ഒച്ചയെടുത്ത്. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ അങ്കിൾ അവിടെയുണ്ട്. അങ്കിള് ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ജോസഫേ, ഞാൻ എൻ്റെ അപ്പനേക്കാളും ബഹുമാനത്തോടെ കാണുന്ന ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. നിൻ്റെ അപ്പച്ചനല്ലേ, ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം നിനക്ക് തിരുത്താമായിരുന്നു. എൻ്റെ മുഖത്തോക്കി പറഞ്ഞു. എനിക്ക് അപ്പച്ചൻ്റെ അടുത്ത് ചൂടാവാൻ എല്ലാ കാരണവും എൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ എൻ്റെ അമ്മച്ചിയുടെ എൻ്റെ അച്ചാച്ചൻ പറഞ്ഞ ആ കാര്യം സത്യമുള്ളതായിരുന്നു. ഞാൻ എൻ്റെ മൊമെൻറ്റിൽ പറഞ്ഞു, അച്ചാച്ച മാപ്പ്, ഞാനത് ഉദ്ദേശിച്ചിരുന്നില്ല, എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഒരിക്കൽ പോലും മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ അപ്പച്ചനെ തിരുത്താൻ പാടില്ലായിരുന്നു, ക്ഷമിക്കണം. ഇത് ഞാൻ ആ നിമിഷം പറഞ്ഞു എന്നുള്ളതാണ്. കാരണം അത് എനിക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അച്ചാച്ചനത് എൻ്റെ തെറ്റ് ഞാൻ സമ്മതിച്ചതിൽ അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ചെയ്ത തെറ്റിന് അനുപാതമായിട്ടുള്ള മാപ്പ് പറച്ചിലായിരിക്കണം. അല്ലെങ്കിൽ ആ മാപ്പ് കൊണ്ട് ഒരു വിലയില്ല. നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയെയോ മക്കളെയോ അധ്യാപകനെയോ കൊളീഗിനെയോ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഏറ്റവും നല്ല അപ്പോളജിക്ക് വേണ്ട 3 കാര്യങ്ങളാണെന്നാണ് പറയുക. 1, അത് ടൈമിലി ആയിരിക്കണം. 2, എംപത്തറ്റിക് ആയിരിക്കണം. 3, ഹാർട്ട് ഫെൽറ്റ് ആയിരിക്കണം. ടൈമിലി, ഇൻറ്റൻസ് ആൻഡ് എംപത്തറ്റിക്. ഒരു കാര്യം നടന്ന് കുറേ കാലം കഴിഞ്ഞ് ആലോചിച്ച് പറയേണ്ടതല്ല മാപ്പ്. തെറ്റാണെന്ന് ബോധ്യം വന്നാൽ നിങ്ങളുടെ ഈഗോയെ നിങ്ങൾക്ക് മറികടന്ന് ആ മാപ്പ് ഏറ്റു പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. തകർന്നുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ, മുറിവുകളെ വെച്ച് കെട്ടാൻ ഉള്ളിൽ നിന്ന് വരുന്ന സിൻസിയറായിട്ടുള്ള ഒരു മാപ്പ് മതിയാവും. താങ്ക് യു സോ മച്ച്.